വെയിറ്റ് ഉയർത്താൻ കരുത്ത് മതി, പക്ഷേ മനുഷ്യനായി ഉയരാൻ സംസ്കാരവും റെസ്പെക്റ്റും വേണം. ജിമ്മിൽ നമ്മൾ ഉയർത്തുന്നത് വെയിറ്റ് മാത്രമല്ല, നമ്മുടെ ഡിസിപ്ലിനും റെസ്പെക്റ്റും കൂടിയാണ്. എൻ്റെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ 35 കിലോയുടെ ഡമ്പൽ എടുത്ത് മാറിപ്പോയി വർക്കൗട്ട് ചെയ്തു. പക്ഷെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ കൈകൊണ്ട് വെക്കാതെ കാലുകൊണ്ട് ചവിട്ടി ഉരുട്ടിയാണ് റാക്കിലേക്ക് എത്തിച്ചത്. അത് കണ്ടപ്പോൾ ഞാൻ വളരെ ശാന്തമായും സൗമ്യമായും അയാളോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ജിമ്മിലെ ഉപകരണങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. പക്ഷേ അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതുകൊണ്ടെന്താണ് പ്രശ്നം? എനിക്കത് അൺറെസ്പെക്റ്റഡ് ആയിട്ട് തോന്നിയിട്ടില്ല എന്നായിരുന്നു അയാളുടെ മറുപടി. ജിമ്മിലെ ഡിസിപ്ലിൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണ സാധനം പോലും കാലുകൊണ്ട് ചവിട്ടിയാണ് കഴിക്കുന്നത്. ഈ ഒരു വാക്ക് എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. എല്ലാ കാര്യത്തിലും കേരിങ് ഇടപെടേണ്ട എന്ന രീതിയിൽ സംഭാഷണം മാറിയപ്പോൾ കൂടുതൽ സംസാരിക്കണ്ട എന്ന് മനസ്സിലാക്കി ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. അന്നേ ദിവസം തന്നെ അയാൾ ജിമ്മ് വിട്ടു പോവുകയും ചെയ്തു. ഇതൊരു ചെറിയ സംഭവം പോലെ തോന്നാം, പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്. ഡിസിപ്ലിൻ ഇല്ലാതെ ചെയ്യുന്ന വർക്കൗട്ട് ശരീരത്തെ മാറ്റാം, പക്ഷേ വ്യക്തിത്വത്തെ മാറ്റാൻ പറ്റില്ല. ജിമ്മിലെ ഓരോ ഉപകരണവും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം മാത്രമല്ല, അത് എല്ലാവർക്കും പൊതുവായ ഉത്തരവാദിത്യമാണ്. അതിനോട് കാണിക്കുന്ന റെസ്പെക്റ്റ് തന്നെയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. വെയിറ്റ് ഉയർത്താൻ കരുത്ത് മതി, പക്ഷേ മനുഷ്യനായി ഉയരാൻ സംസ്കാരവും റെസ്പെക്റ്റും വേണം. ഇത്തരത്തിൽ ആരെങ്കിലും ചെയ്താൽ അത് നിസ്സാരമായി വിട്ടുകളയണോ അല്ലെങ്കിൽ ശരിയായ കാര്യം പറയണോ? എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.